ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. പുതിയൊരു സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ദിവസമാണിന്ന്. നിഫ്റ്റി ഇന്ന് ഒട്ടും തന്നെ നമ്മളെ നിരാശപ്പെടുത്താതെ ശക്തമായ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. നമ്മളാണ് ഇനി മുന്നേറാനുള്ളത്. കാരണം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾക്ക് വന്നിട്ടുണ്ടാകാം. ആ അബദ്ധങ്ങൾ ഒരിക്കലും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളത് തുടരില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുത്ത് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. എങ്ങനെയായിരിക്കണം എൻട്രി, എങ്ങനെയായിരിക്കണം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെയായിരിക്കണം ഞാൻ ഓപ്ഷനിൽ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു റിട്ടൺ ഡോക്യുമെൻ്റ് നമ്മളാക്കണം. അതിനുശേഷം ആ ഒരു ഡോക്യുമെൻ്റ് ത്രൂ ആണ് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യേണ്ടത്. കാരണം ട്രേഡ് ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളിലും നമുക്ക് നമ്മൾ ഇമോഷണലി വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീക്ക് ആകുമ്പോൾ ആ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ വായിച്ച് നമ്മൾ വീണ്ടും മനസ്സിനെ ശക്തിപ്പെടുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാനിത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. കാരണം അങ്ങനെ മാത്രം വളരെ ശക്തമായ ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ നമുക്ക് ഫിനാൻഷ്യൽ മേഖലയിലൊരു സ്ഥിര വരുമാനം എന്നുള്ള ആ ഒരു സ്വപ്നം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എനിവേ, ഇന്നത്തെ മാർക്കറ്റിലെ സ്റ്റോക്ക് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇൻട്രാഡേ ഹൈ 22,530, സെൻസെക്സ് 74,255, മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളും ബാങ്കും സ്റ്റിൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 1000 പോയിൻ്റ് അകലെയാണ്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വളരെ മിക്സഡ് ആയിട്ടുള്ളൊരു ഓട്ടോ സെയിൽസ് ഡേറ്റയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക ഓട്ടോ സെയിൽസ് കമ്പനിയും ഇന്ന് റെഡിൽ അടച്ചിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നു പോകുന്നത് മുത്തൂറ്റും മനപ്പുറം തുടങ്ങിയ കമ്പനീസിന് ഗുണകരമായിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളും 5% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. 22,500 എന്ന് പറയുന്ന ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നീട് കൺസോൾഡേറ്റ് ചെയ്തു. എന്നാൽ ഫർദറായിട്ട് പോയിന്റുകളിലും ഒന്നും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റിൽ ആ ഒരു ഹൈയിൽ തന്നെ, ആ ഒരു ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി നിൽക്കുന്നത്. 135 പോയിന്റ് നിഫ്റ്റി, സെൻസെക്സ് 363 പോയിന്റ്, ബാങ്ക് 453 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. NSEയിൽ ഏകദേശം 2,554 കമ്പനീസ്, ഓൾമോസ്റ്റ് 251 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് NSEയിലുള്ള ഒട്ടുമിക്ക കമ്പനീസും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റിയിലെ മിടുക്കന്മാർ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഡേവിസ് ലാബ്, ശ്രീറാം ഫിനാൻസ്, ആദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് 2.5 മുതൽ 5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഓട്ടോ സെയിൽസ് മിക്സഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഐഷർ, ടൈറ്റാൻ, നെസ്ലെ, ബജാജ് ഓട്ടോ, LNT, മൈൻട്രി തുടങ്ങിയ കമ്പനീസ് 1% മുതൽ ഏകദേശം 1.8% വരെയുള്ള ഒരു ഫോളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിച്ചാൽ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 6%, ഫോളായി 12. MOX മറ്റുള്ള അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനാണ്. ബിറ്റ്കോയിൻ 70,000-ൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു, 70,000-ൽ താഴെ പോയി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% ഇടിവുണ്ടായി. എന്നാൽ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,247 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി 21,200 അടുത്ത മണിയുള്ളത്. കോളും പുട്ടും ശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. PCR 1.1 എന്ന നിലയിലാണ്. മേജർ സപ്പോർട്ട് സോൺ 21,000 എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് കടക്കാം. ഇന്ന് എക്കണോമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വന്നു. നമ്മുടെ GST കളക്ഷൻ 1.78 ലാക്ക് ക്രോർസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 12% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ന് ഓട്ടോ സെയിൽസ് റിപ്പോർട്ടിൽ വന്നപ്പോൾ മാരുതി അവരുടെ 20 ലക്ഷം യൂണിറ്റ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി സെല്ല് ചെയ്തിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഹയസ്റ്റ് എവർ സെയിൽസാണ്. ടാറ്റ മോട്ടോഴ്സ് 2% സെയിൽസിൽ വർധനവ് കണ്ടു. സ്റ്റെർലൈറ്റ് ടെക്നോളജി കമ്പനി ഇവർ 12% ഒരു ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയൻ കമ്പനിയായിട്ടുള്ള വോക്കസ് ഗ്രൂപ്പായിട്ട് പുതിയ ബിസിനസ് കരാറിൽ ഏർപ്പെട്ടു. IH ഹോട്ടൽ രാവിലെ നമ്മൾ ന്യൂസിൽ പറഞ്ഞാണ് 8% റാലി ഉണ്ടാക്കി. ഗോവയിൽ ഒബ്രോയി ലക്ഷറി ഹോട്ടൽ ഇവർ ചെയ്യുന്നുണ്ട്. റൂട്ട് മൊബൈൽ ഇവർ മാർജിൻ ഫോർകാസ്റ്റ് 15% ഉയർത്തിയിട്ടുണ്ട് കമ്പനി. പ്രസ്റ്റീജ് 2,000 കോടി രൂപയുടെ ഒരു ഹൗസിംഗ് പ്രൊജക്റ്റ് കമ്പനി ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ആദാനി ടോട്ടൽ ഗ്യാസ് ഇവരുടെ ബർസാനിലുള്ള ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. സ്റ്റോക്ക് 8% റാലി.
ഈ ട്രായുടെ പുതിയൊരു ടെലകോമിൻ്റെ ഒരു യൂസർ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. എയർടെൽ 8 ലക്ഷം ആളുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഐഡിയ 7% റാലി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഏപ്രിൽ 2 ഇവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. PNB ഇന്ന് 17% റാലി രേഖപ്പെടുത്തി. കെയർ റേറ്റിംഗ് ഏജൻസി റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തതാണ് കാരണം. JM ബ്രവറീസ് കമ്പനി 12% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി ഇവരുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. 6329 കോടി രൂപ. സ്റ്റോക്കിൽ നിന്ന് 2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദാനി പോർട്ട് ഇവരുടെ കാർഗോ വോളിയം 2024 കാർഗോ വോളിയം ഫുൾ ഇവർ നേടി എന്നുള്ള പോസിറ്റീവ് ന്യൂസ്. റിലയൻസ് ജിയോ 41 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. ട്രായുടെ റിപ്പോർട്ട് പ്രകാരം BL കമ്പനി ഇവരുടെ ടേൺ ഓവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ ഹയസ്റ്റ് എവർ ടേൺ ഓവർ കമ്പനി അച്ചീവ് ചെയ്തു. BL ഇന്ന് റാലി രേഖപ്പെടുത്തി. തൈറോ കെയർ കമ്പനി 51 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസാണുള്ളത്. ഇനി പ്രധാനമായിട്ടും എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏപ്രിൽ മിഡാണ് ഇൻഫി തുടങ്ങിയ IT കമ്പനീസിൻ്റെ റിസൾട്ട്, നമ്മളുടെ HDFC ബാങ്കിൻ്റെ റിസൾട്ട്, ഫസ്റ്റ് ഫേസ് ലോക്സഭ ഇലക്ഷൻ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മാർക്കറ്റ് വോളറ്റൈൽ ഉണ്ടാവാം, എക്സ്പെക്റ്റ് ചെയ്യാം. നാളെ രാവിലെ 7:00 നമുക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.